ഏകദേശം 9 മണിയോടുകൂടി നല്ല തിരക്കേറിയ ആ മാർക്കറ്റിൽ നിന്നും രൂക്ഷമായ ഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് സംഘം അവിടേക്ക് എത്തിയത്. താഴത്തെ നിലകളിലൊക്കെ കടകൾ പ്രവർത്തിക്കുകയാണെങ്കിലും മുകളിലത്തെ നിലകളിൽ ആൾതാമസമുണ്ട്. അതിലൊരു മുറിയിൽ നിന്നാണ് രൂക്ഷമായ ഗന്ധം വമിക്കുന്നത്. പോലീസുകാർക്കൊപ്പം നാട്ടുകാരും ആ മുറിക്ക് സമീപത്തേക്ക് എത്തി. മുറി പുറത്തുനിന്നും പൂട്ടിയ അവസ്ഥയിലാണ്. ഡോറിന്റെ പൂട്ട് തകർത്ത് പോലീസ് സംഘം മുറിക്കുള്ളിലേക്ക് കടന്നു. മുറിയാകെ വലിച്ചു വാരിയിട്ട അവസ്ഥയിലാണ്. തുണികൾ അസ്വാഭാവികമായ നിലയിൽ കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ തന്നെ പോലീസ് സംഘത്തിന് ചില സംശയങ്ങൾ തോന്നി. മുറിക്കുള്ളിൽ തുണികൾ കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്തു നിന്നാണ് രൂക്ഷഗന്ധം വമിക്കുന്നത്. ഒരു വടി ഉപയോഗിച്ച് പോലീസ് സംഘം ആ തുണികൾ ഓരോന്നായി മാറ്റി തുടങ്ങി. കുറേയധികം തുണികൾ വലിച്ചു മാറ്റിയപ്പോൾ നടുക്കുന്ന ഒരു കാഴ്ചയാണ് പോലീസുകാർ കണ്ടത്. ഒരു സ്ത്രീ തല പൂർണ്ണമായും തകർന്ന അവസ്ഥയിൽ അസ്വാഭാവികമായ രീതിയിൽ കമിഴ്ന്നു കിടക്കുന്നു. തറയിൽ കമിഴ്ന്നു കിടക്കുന്നത് ആ വീട്ടിലെ തന്നെ മകളായ മീനാക്ഷിയാണെന്ന് നാട്ടുകാർ പോലീസിനെ അറിയിച്ചു. കാര്യങ്ങളത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം ആ മുറിക്കുള്ളിലെ തെളിവുകൾ നശിക്കാതിരിക്കുന്നതിനായി നാട്ടുകാരെയൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി. ശേഷം ക്രൈം സീൻ ലോക്ക് ചെയ്യുകയും ചെയ്തു. ഇതിനിടയിൽ SI ആ വീട്ടിലെ മറ്റുള്ള മുറികളും അടുക്കളയും ഒക്കെ പരിശോധിച്ചു. മേശവലിപ്പുകളും അലമാരയുമെല്ലാം തുറന്നിട്ട അവസ്ഥയിലാണ്. തൊട്ടടുത്തുള്ള മുറിയിൽ പരിശോധന നടത്തുന്നതിനായി ആ മുറിയിലേക്ക് കയറിയ നിമിഷത്തിൽ തന്നെ SI ഒന്ന് അമ്പരന്നു. അല്പം പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും തല പൂർണ്ണമായും അടിച്ചു തകർക്കപ്പെട്ട നിലയിൽ ശരീരമാസകലം തുണി കൊണ്ട് മൂടപ്പെട്ട അവസ്ഥയിൽ ആ മുറിയിൽ കിടക്കുന്നു. ഭയന്നുപോയ പോലീസുകാർ പുറത്തുനിന്ന ഒരു വ്യക്തിയെ അകത്തേക്ക് വിളിച്ച് മുറിക്കുള്ളിൽ കിടക്കുന്ന ആളുകളെ തിരിച്ചറിയാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ആ വ്യക്തി നിലവിളിച്ച് കരഞ്ഞു തുടങ്ങി. ആ വീട്ടിലെ കാരണവരായ വീരേന്ദ്രകുമാറും അയാളുടെ ഭാര്യ അനിതയുമാണ് അവിടെ കിടക്കുന്നത്. ഒരു വീട്ടിലുള്ള 3 പേർ അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുകയാണെന്ന് നാട്ടുകാർക്കും പോലീസിനും വ്യക്തമായി. SI ഉൾപ്പെടുന്ന സംഘം ഉടൻ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. കമ്പിപ്പാര പോലെയുള്ള ഏതോ ആയുധം ഉപയോഗിച്ചാണ് 3 പേരുടെയും തല അടിച്ചു ചിതറിച്ചിരിക്കുന്നത്. കൊലയാളികളെ ചെറുത്തു നിൽക്കാൻ ആ 3 വ്യക്തികൾക്കും യാതൊരു അവസരവും ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ മരണം സംഭവിച്ചിരിക്കുകയാണ്. വീരേന്ദ്രകുമാറും ഭാര്യയും കിടക്കുന്ന മുറിയിലെ അലമാരയും തുറന്നിട്ട അവസ്ഥയിലാണ്. ആ മുറിക്കുള്ളിലെ ലോക്കറും കുത്തി തുറന്നിട്ടുണ്ട്. ആ വീട്ടിൽ നിന്ന് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്നറിയണമെങ്കിൽ ആ വീടുമായി ബന്ധമുള്ള ആരെങ്കിലും അവിടെ ഉണ്ടാകണം. അതിനെക്കുറിച്ച് പോലീസ് സംഘം നാട്ടുകാരോട് തിരക്കിയപ്പോഴാണ് ഒരു കാര്യം പോലീസിന് വ്യക്തമായത്. ആ വീട്ടിൽ അവരെ കൂടാതെ ഒരു മകൻ കൂടി ഉണ്ടായിരുന്നു. വീരേന്ദ്രകുമാറിന്റെ മകൻ അഭിഷേകിനെ ഇപ്പോൾ അവിടെയെങ്ങും കാണാനില്ല. കൊല്ലപ്പെട്ട മീനാക്ഷിയും സഹോദരൻ അഭിഷേകും തൊട്ട് താഴത്തെ നിലകളിൽ ഓരോ കടകൾ വീതം ഇട്ടിട്ടുണ്ട്. മീനാക്ഷി ഫാൻസി സ്റ്റോറും അഭിഷേക് ടോയ്ലറ്റ് ക്ലീനിംഗ് സാധനങ്ങളുടെ കടയുമാണ് നടത്തുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും ഒക്കെ സംഭവസ്ഥലത്തേക്ക് എത്തി. മുറിക്കുള്ളിലേക്ക് കടന്ന ഫോറൻസിക് സംഘം വിശദമായ പരിശോധന ആരംഭിച്ചു. അപ്പോഴാണ് 3 ഡെഡ് ബോഡിയിലും വെളുത്ത നിറത്തിലുള്ള ഏതോ പൊടി വാരി വിതറിയിട്ടുണ്ടെന്ന് ഫോറൻസിക് സംഘത്തിന് മനസ്സിലായത്. പരിശോധനയിൽ അത് മുഖത്തിടുന്ന പൗഡറാണെന്നും ഫോറൻസിക് സംഘം വ്യക്തത വരുത്തി. ടാൽക്കം പൗഡറിന് പുറമെ ബ്ലീച്ചിംഗ് പൗഡറും ആ 3 മൃതദേഹങ്ങളിലും വാരി വിതറിയിട്ടുണ്ട്. മൃതശരീരങ്ങൾ അഴുകുന്നതിന്റെ സ്മെല്ല് താഴേക്ക് എത്താതിരിക്കാനാകാം ബ്ലീച്ചിംഗ് പൗഡറിനൊപ്പം ടാൽക്കം പൗഡർ കൂടി വിതറിയിരിക്കുന്നതെന്ന് ഫോറൻസിക് സംഘം വിലയിരുത്തി. ഈ സമയത്താണ് ബാത്റൂമിന് സമീപം ഒരു ബക്കറ്റിൽ ഒരു മോപ്പ് കിടക്കുന്ന കാഴ്ച ഫോറൻസിക് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ മോപ്പ് ഉപയോഗിച്ച് എന്തോ തുടച്ചു നീക്കാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് സംഘം വിലയിരുത്തി. അയൽവാസികളെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആ വീട്ടിലെ മകനായ അഭിഷേക് പണത്തെ ചൊല്ലി തന്റെ പിതാവുമായി തർക്കമുണ്ടാക്കിയതായി അയൽവാസികൾ പോലീസിന് മൊഴി നൽകി. അങ്ങനെയെങ്കിൽ മാതാപിതാക്കളെയും സഹോദരിയെയും കൊലപ്പെടുത്തിയ ശേഷം വീട്ടിലുള്ള സ്വർണവും പണവും ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് അഭിഷേക് അവിടെ നിന്നും കടന്നു കളഞ്ഞതായിരിക്കുമോ എന്ന് പോലീസിന് ആദ്യഘട്ടത്തിൽ സംശയം തോന്നി. അഭിഷേകിനെ കണ്ടെത്തുന്നതിനായി തന്നെ പോലീസ് സംഘം തീരുമാനിക്കുകയും അഭിഷേകിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ എടുക്കാൻ സൈബർ സെല്ലിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. അഭിഷേക് നഗരം വിടാതിരിക്കുന്നതിനായി സകല ബസ് ഡിപ്പോകളിലും റെയിൽവേ സ്റ്റേഷനുകളിലുമൊക്കെ പോലീസ് സംഘം അഭിഷേകിനെ ബ്ലോക്ക് ചെയ്യാനുള്ള നിർദ്ദേശവും നൽകി. ഈ സമയത്താണ് താഴെയുള്ള ഒരു കടമുറിയിൽ നിന്നും അഴുകിയ ഗന്ധം വമിക്കുന്നതായി നാട്ടുകാരിൽ ചിലർ പോലീസിനോട് പരാതി പറഞ്ഞത്. അഭിഷേകിന്റെ കടയുടെ ഭാഗത്തു നിന്നുമാണ് രൂക്ഷഗന്ധം വമിക്കുന്നത്. നാട്ടുകാർ പരാതി പറഞ്ഞതിനെ തുടർന്ന് പോലീസ് സംഘം അഭിഷേകിന്റെ കടയുടെ പൂട്ട് തകർത്ത് കട തുറന്ന് പരിശോധന നടത്തി. ആ കടയുടെ പിൻഭാഗത്തേക്ക് ചെന്നപ്പോൾ രൂക്ഷഗന്ധം കൂടിക്കൂടി വന്നു. ആ കടയുടെ പിൻഭാഗത്ത് ഒരു വ്യക്തി തല ചിതറിയ അവസ്ഥയിൽ കമിഴ്ന്നു കിടക്കുന്ന കാഴ്ചയാണ് പോലീസ് സംഘം കണ്ടത്. ആ വ്യക്തിയെ നിവർത്തി കിടത്തിയപ്പോൾ നാട്ടുകാരാകെ അമ്പരന്ന് പോയി. അത് ആ വീട്ടിലെ മകനായ അഭിഷേകാണെന്ന് നാട്ടുകാർ പോലീസിനെ അറിയിച്ചു. അത് അഭിഷേകാണെന്ന് കേട്ടതും പോലീസുകാർ പോലും ഞെട്ടിപ്പോയി. മാതാപിതാക്കളെയും സഹോദരിയെയും കൊലപ്പെടുത്തി അവിടെ നിന്നും കടന്നു കളഞ്ഞു എന്ന് പോലീസുകാർ തെറ്റിദ്ധരിച്ച അഭിഷേകാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട നിലയിൽ കിടക്കുന്നത്. അഭിഷേകിനെ ലോക്ക് ചെയ്യുന്നതിനായി ഒരു സംഘം പോലീസുകാർ റെയിൽവേ സ്റ്റേഷനിലേക്കും ബസ് സ്റ്റേഷനുകളിലേക്കുമൊക്കെ പുറപ്പെട്ടിട്ടുമുണ്ട്. 4 പേരുടെയും മരണം സംഭവിച്ചിട്ട് 2 ദിവസങ്ങൾ പിന്നിട്ടിട്ടുണ്ടെന്ന് ഫോറൻസിക് സംഘം പോലീസിനെ അറിയിച്ചു. ആ കുടുംബത്തിന് നാട്ടുകാരുമായും അയൽവാസികളുമായും വലിയ ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെപ്പറ്റി ആരും അധികം തിരക്കിയിരുന്നതുമില്ല. 2 ദിവസമായി ആ കടകളൊക്കെ തുറക്കുന്നേ ഇല്ലായിരുന്നു എന്ന് ആ നിമിഷത്തിലാണ് നാട്ടുകാർ തിരിച്ചറിഞ്ഞതും ആ വിവരം അവരൊക്കെ പോലീസിനെ അറിയിച്ചതും. കൊല നടത്തിയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ കൊലപാതകത്തിന് ശേഷം
ആ വീടും അതുപോലെ തന്നെ കടയുമൊക്കെ പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട്. കൊല ചെയ്യപ്പെട്ട കുടുംബത്തിന് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് സംഘം അയൽവാസികളോട് തിരക്കിയപ്പോഴായിരുന്നു കൊല്ലപ്പെട്ട വീരേന്ദ്രകുമാറിന് ഒരു മകൻ കൂടിയുണ്ടെന്ന് പോലീസ് സംഘത്തിന് വിവരം ലഭിച്ചത്. അശ്വിനികുമാർ എന്ന ചെറുപ്പക്കാരൻ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുമായി അവിടെ നിന്ന് നാടുവിട്ടു പോയതാണ്. അശ്വിനികുമാറിനെ കുറിച്ച് പോലീസ് സംഘം അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ലഭിച്ചത്. അശ്വിനികുമാർ ഇപ്പോൾ ജയിലിലാണുള്ളത്. മാരേജ് ബ്യൂറോയുടെ മറവിൽ തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് അശ്വിനികുമാറും ഭാര്യ ഋതുവും പോലീസ് കസ്റ്റഡിയിലാവുകയായിരുന്നു. ഭാര്യ ഋതു ജാമ്യം കിട്ടി പുറത്തിറങ്ങിയെങ്കിൽ പോലും അശ്വിനികുമാർ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. മകൻ അശ്വിനികുമാർ ജയിലിലായതുകൊണ്ട് തന്നെ പുറത്തുള്ള ഭാര്യ ഋതുവിനെ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തി. തന്റെ ഭർത്താവിന്റെ കുടുംബം അതിക്രൂരമായി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പത്രത്തിൽ നിന്നാണ് താൻ മനസ്സിലാക്കിയതെന്ന് ഋതുവിനെ ചോദ്യം ചെയ്തപ്പോൾ ആ സ്ത്രീ പോലീസുകാരെ അറിയിച്ചു. എങ്കിലും പോലീസ് സംഘം ഋതുവിന്റെ അന്നേ ദിവസത്തെ ടവർ ലൊക്കേഷനുകൾ എടുപ്പിച്ചെങ്കിൽ പോലും സംഭവം നടന്ന ദിവസങ്ങളിൽ ആ വീടിന്റെയോ കടയുടെയോ പരിസരത്ത് പോലും ഋതു എത്തിയിട്ടില്ല എന്നുള്ള കാര്യം പോലീസ് ഉറപ്പിച്ചു. പോലീസ് അന്വേഷണം എങ്ങും എത്താതെ ആകെ കുഴഞ്ഞു മറിഞ്ഞു. ഈ സമയത്താണ് പോലീസ് സംഘം ആ പ്രദേശത്തുള്ള CCTV വിഷ്വൽസ് പൂർണ്ണമായും കളക്ട് ചെയ്യാൻ തീരുമാനിച്ചത്. നേരത്തെ ആ കൊലപാതകം നടത്തിയത് അഭിഷേകാണെന്നുള്ള ചിന്തയിൽ പോലീസ് സംഘം CCTV വിഷ്വൽസ് ഒന്നും ശേഖരിച്ചിട്ടുണ്ടായിരുന്നില്ല. കൊലപാതകം നടന്ന ഫ്ളാറ്റിന് താഴെ നിരവധി കടകൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലായിടത്തും CCTV സ്ഥാപിച്ചിട്ടുണ്ട്. CCTV വിഷ്വൽസ് ഓരോന്നായി പരിശോധിക്കുന്നതിനിടയിലായിരുന്നു കൊലപാതകം നടന്ന ഫ്ളാറ്റിന് തൊട്ടെതിർവശത്തുള്ള ഫ്ളാറ്റിലെ ഒരു CCTV വിഷ്വൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് കൊലപാതകം നടന്നു എന്ന് ഫോറൻസിക് സംഘം സ്ഥിരീകരിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം അതിരാവിലെ 5 മണിയോടുകൂടി ഒരു വ്യക്തി മുകളിലത്തെ നിലയിൽ നിന്നും സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് CCTV വിഷ്വലിലുള്ളത്. മാസ്കും ഹെൽമറ്റും ധരിച്ചിട്ടുള്ള ആ വ്യക്തിയുടെ മുഖം ഒട്ടും വ്യക്തമല്ല. താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങിയ അയാൾ കടയുടെ ഭാഗത്തേക്കാണ് പോയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് മീനാക്ഷിയും മാതാപിതാക്കളും കൊല്ലപ്പെട്ടിട്ടുള്ളത് രാത്രി 11 മണിക്കും 12 മണിക്കും ഇടയിലാണ്. അതേസമയം താഴെ കടയിലുണ്ടായിരുന്ന അഭിഷേക് കൊല്ലപ്പെട്ടിരിക്കുന്നത് വെളുപ്പിന് 3 മണിയോട് അടുപ്പിച്ചാണ്. ആ കൊലപാതകങ്ങൾ തമ്മിൽ 2-3 മണിക്കൂറത്തെ വ്യത്യാസമുണ്ട്. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം 5 മണിയോടുകൂടിയാണ് മാസ്ക് ധരിച്ച വ്യക്തി മുകളിലത്തെ നിലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. CCTV വിഷ്വലിൽ കണ്ട വ്യക്തിയുടെ ചിത്രങ്ങൾ നാട്ടുകാരെയൊക്കെ പോലീസ് സംഘം കാണിച്ചു തുടങ്ങി. പല ആളുകളെയും കാണിച്ചപ്പോഴായിരുന്നു സമീപത്തുള്ള ഒരു കടക്കാരൻ ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞത്. ആ പ്രദേശത്തുള്ള കടകളിലൊക്കെ സമോസ വിൽപ്പന നടത്തുന്ന വ്യക്തിയാണ് ആ ചിത്രത്തിലുള്ളതെന്ന് തനിക്ക് സംശയമുണ്ടെന്നായിരുന്നു ആ കടക്കാരൻ പോലീസിനെ അറിയിച്ചത്. കടക്കാരൻ തന്റെ സംശയം പറഞ്ഞപ്പോൾ മറ്റുള്ള ആളുകളും ആ വിഷ്വൽസ് നിരീക്ഷിക്കുകയും ആ ഭാഗത്തുള്ള കടകളിലൊക്കെ സമോസ വിൽപ്പന നടത്താറുള്ള സണ്ണി തന്നെയാണതെന്ന് പോലീസിനോട് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. ആ വ്യക്തിയുടെ നടത്തയുടെ രീതിയൊക്കെ സണ്ണി നടക്കുന്നത് പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന വ്യക്തി സണ്ണി തന്നെയാണെന്ന് നാട്ടുകാർ പോലീസിനോട് ഉറപ്പിച്ചു പറഞ്ഞു. അതേ മാർക്കറ്റിൽ തന്നെ സണ്ണി ഒരു സമോസ കടയും ഇട്ടിട്ടുണ്ട്. പോലീസ് സംഘം കടയിലെത്തിയപ്പോൾ കട അടച്ചിട്ടിരിക്കുകയായിരുന്നു. സണ്ണിയുടെ വീട് എവിടെയാണെന്ന് നാട്ടുകാരോട് ചോദിച്ച് മനസ്സിലാക്കിയ പോലീസ് സംഘം സണ്ണിയുടെ വീട്ടിലെത്തി. സണ്ണിയുടെ വീട്ടിലെത്തിയപ്പോൾ അയാൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. സണ്ണിയോട് പോലീസ് സംഘം പല കാര്യങ്ങളും ചോദിച്ചു തുടങ്ങി. കട എന്താണ് തുറക്കാത്തതെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് തനിക്ക് പല സ്ഥലങ്ങളിലും പോകേണ്ടി വന്നതുകൊണ്ട് ഇന്ന് കട തുറക്കാൻ കഴിഞ്ഞില്ല എന്ന് അയാൾ മറുപടിയും പറഞ്ഞു. ഈ സമയത്തായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ സണ്ണിയുടെ ഇടത് കൈയിൽ വലിയൊരു മുറിവ് പറ്റിയിരിക്കുന്നത് ശ്രദ്ധിച്ചത്. ആ മുറിവിനെ പറ്റി സണ്ണിയോട് ചോദിച്ചപ്പോൾ അത് സമോസ ഉണ്ടാക്കാൻ വേണ്ടി സവാള അരിഞ്ഞ സമയത്ത് കത്തി കൊണ്ട് മുറിഞ്ഞതാണെന്നും സണ്ണി പോലീസിനോട് മറുപടി പറഞ്ഞു. സ്വാഭാവികമായും അങ്ങനെയുള്ള കച്ചവടക്കാരുടെ കയ്യിൽ മുറിവ് പറ്റുന്നത് സാധാരണമാണ്. അത് മനസ്സിലാക്കിയ പോലീസ് സംഘം സംഭവം നടന്ന ദിവസം രാത്രിയിൽ സണ്ണി എവിടെയായിരുന്നു എന്നുള്ള കാര്യം അയാളോട് തന്നെ തിരക്കി. സംഭവം നടന്ന ദിവസം രാത്രിയിലും താൻ കടയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും അന്നത്തെ കച്ചവടമൊക്കെ പൂർത്തിയാക്കിയ ശേഷം കടയടച്ച് വീട്ടിലേക്ക് തന്നെ എത്തിയിരുന്നു എന്നും തൊട്ടടുത്ത ദിവസം ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രയാഗ്രാജിലേക്ക് പോയിരുന്നു എന്നും പിന്നീട് ഇന്നാണ് മടങ്ങി വന്നതെന്നും സണ്ണി പോലീസിനെ അറിയിച്ചു. ഈ സമയത്തായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അഭിഷേകും കുടുംബവും കൊല്ലപ്പെട്ട ദിവസം രാത്രിയിൽ സണ്ണി എന്തിനായിരുന്നു അവരുടെ വീട്ടിൽ പോയതെന്ന് അപ്രതീക്ഷിതമായി സണ്ണിയോട് ചോദിച്ചത്. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ സണ്ണി ഒന്ന് പരിങ്ങിയെങ്കിലും താൻ ആ വീട്ടിൽ പോയിട്ടേയില്ല എന്ന് പോലീസിനോട് ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. അതേ തീരുമാനത്തിൽ തന്നെ സണ്ണി ഉറച്ചു നിന്നപ്പോൾ പോലീസ് സംഘം തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന CCTV വിഷ്വൽസ് സണ്ണിയെ കാണിച്ചു കൊടുത്തു. പടിക്കെട്ടുകൾ ഇറങ്ങി താഴേക്ക് വരുന്ന ഒരു വ്യക്തി കടയുടെ ഭാഗത്തേക്ക് നടന്നു പോകുന്ന ഒരു CCTV വിഷ്വലാണ് പോലീസിന്റെ കൈവശമുള്ളത്. ആ CCTV വിഷ്വലിലേക്ക് സൂക്ഷിച്ചു നോക്കിയ സണ്ണി ആകെ ഒന്ന് വിളറി. കൂടുതൽ വിഷ്വൽസ് തങ്ങളുടെ കൈവശമുണ്ടെന്നും അഭിഷേകുമായുള്ള സണ്ണിയുടെ ബന്ധത്തെക്കുറിച്ച് നാട്ടുകാരൊക്കെ തങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നും കൂടി പോലീസ് പറഞ്ഞതോടെ സണ്ണി ആകെ പതറി തുടങ്ങി. പോലീസിന്റെ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സണ്ണി ഞെട്ടിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. താൻ ഒരാളെ മാത്രമേ കൊലപ്പെടുത്തിയിട്ടുള്ളൂ എന്നും ബാക്കി 3 പേരെ കൊലപ്പെടുത്തിയത് താനല്ല എന്നും സണ്ണി ആവർത്തിച്ചു പറഞ്ഞു. ആരെയാണ് സണ്ണി കൊലപ്പെടുത്തിയതെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ഞെട്ടിക്കുന്ന ഒരു മറുപടിയാണ് സണ്ണി പറഞ്ഞത്. താൻ അഭിഷേകിനെ മാത്രമാണ് കൊലപ്പെടുത്തിയതെന്നും ബാക്കിയുള്ള 3 പേരെയും അഭിഷേകാണ് കൊലപ്പെടുത്തിയതെന്നും സണ്ണി പോലീസിനോട് പറഞ്ഞു.
സണ്ണി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അമ്പരന്ന് പോയ പോലീസ് സംഘം സണ്ണിയുമായി കൊലപാതകങ്ങൾ നടന്ന പ്രയാഗ്രാജിന് സമീപമുള്ള ആ ഫ്ളാറ്റിന് സമീപത്തേക്ക് തന്നെ എത്തി. കൊലപാതകങ്ങൾ നടന്ന 48 മണിക്കൂറിനകം ആ പ്രദേശത്ത് സമൂസ വിൽക്കുന്ന സണ്ണി എന്നൊരു വ്യക്തിയെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ തന്നെ സണ്ണി നടന്ന കാര്യങ്ങളൊക്കെ പോലീസിന് മുൻപാകെ വിവരിച്ചു. ഏതാനും നാളുകൾക്ക് മുൻപ് തന്റെ കടയിൽ സമൂസ കഴിക്കുന്നതിന് വേണ്ടി അഭിഷേക് എത്തിയ സമയത്തായിരുന്നു അഭിഷേകും സണ്ണിയും തമ്മിൽ വളരെ അടുപ്പത്തിലായത്. അവർ തമ്മിൽ പരസ്പരം പല കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ ഇരുവർക്കും ഗാംബ്ലിംഗ് നടത്തുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണെന്ന് വ്യക്തമായി. പ്രയാഗ്രാജിന്റെ പല മേഖലകളിലും ചൂതുകളി വളരെ പ്രസിദ്ധമാണ്. ചൂതുകളിയിൽ അഡിക്റ്റ് ആയവർ എന്ത് സാധനവും അതിൽ കൊണ്ടുപോയി മുടക്കുന്നതും പതിവാണ്. സണ്ണിയും അഭിഷേകും തമ്മിൽ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം വ്യക്തമായി. ഗാംബ്ലിംഗിൽ ഒരുപാട് പണം അവർക്ക് നഷ്ടമായിട്ടുണ്ട്. പല മടങ്ങ് കാശുണ്ടാക്കാൻ ഗാംബ്ലിംഗിലൂടെ സാധിക്കും. പോയ പണമൊക്കെ തിരികെ പിടിക്കാൻ അതുതന്നെയാണ് മാർഗവും. കൂടുതൽ പണം മുടക്കിയാൽ കൂടുതൽ പണം തിരികെ ലഭിക്കുമെന്ന് തന്നെ ഇരുവരും ഉറപ്പിച്ചു. അഭിഷേകിന്റെ പിതാവിന്റെ കയ്യിൽ നല്ല രീതിയിൽ പണമുണ്ട്. ആ പണമൊക്കെ ഗാംബ്ലിംഗിൽ ഇൻവെസ്റ്റ് ചെയ്താൽ തിരികെ അതുപോലെ തന്നെ പണം ലഭിക്കുമെന്നും അവൻ ഉറപ്പിച്ചു. ഇരുവരും ഒറ്റയ്ക്ക് ഗാംബ്ലിംഗ് നടത്തുമ്പോഴാണ് നഷ്ടം വരാറുള്ളത്. അതുകൊണ്ട് തന്നെ സണ്ണിയും അഭിഷേകും ഒരുമിച്ച് ചേർന്ന് ഗാംബ്ലിംഗ് നടത്താൻ തീരുമാനിച്ചു. അഭിഷേക് പലപ്പോഴും പല ആളുകളുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങുകയും ഗാംബ്ലിംഗ് നടത്തുകയും ചെയ്യാറുണ്ട്. ഒരു തവണ 1.5 ലക്ഷം രൂപ വരെ അഭിഷേകിന് ആ വകയിൽ കടമുണ്ടായിട്ടുമുണ്ട്. അന്ന് മീനാക്ഷിയായിരുന്നു അഭിഷേകിന് പണം കൊടുത്ത് സഹായിച്ചത്. ആ പണം ഉൾപ്പെടെ ഇപ്പോൾ വലിയൊരു തുക മീനാക്ഷിക്കും മറ്റു പലർക്കും അഭിഷേക് തിരികെ നൽകാനുമുണ്ട്. സണ്ണിയും അഭിഷേകും ചേർന്ന് വലിയൊരു തുക ഗാംബ്ലിംഗിൽ മുടക്കിയാൽ വലിയൊരു റിട്ടേൺ തന്നെ കിട്ടും. കിട്ടുന്ന പണം എന്തായാലും ഇരുവരും ചേർന്ന് തുല്യമായി വീതിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഇരുവരും ചേർന്ന് ഒരു പ്ലാൻ തയ്യാറാക്കുകയും പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ അഭിഷേക് തന്റെ പിതാവിനോട് 50,000 രൂപ കടം ചോദിക്കുകയും ചെയ്തു. എന്നാൽ പിതാവാകട്ടെ ഒരു രൂപ പോലും താൻ നൽകില്ല എന്ന് അഭിഷേകിനെ അറിയിച്ചു. ചൂതാട്ടം നടത്തി പണം കളയാൻ തന്റെ കൈവശം പണമില്ല എന്ന് തന്നെ പിതാവ് മകനെ അറിയിച്ചു. അങ്ങനെയെങ്കിൽ തനിക്ക് അവകാശപ്പെട്ട സ്വത്തിന്റെ വിഹിതം തനിക്ക് ഉടൻ തന്നെ കിട്ടണമെന്ന് അഭിഷേക് പിതാവിനോടും പറഞ്ഞു. ഈ അവസ്ഥയിൽ സ്വത്ത് ഭാഗം വെച്ച് നൽകിയാൽ മകൻ അതും ചൂതാട്ടം നടത്തി നശിപ്പിക്കുമെന്നറിയാവുന്ന വീരേന്ദ്രകുമാർ മകന്റെ ആ ആവശ്യവും നിരസിച്ചു. ചൂതാട്ടം നടത്താതെ ജോലി ചെയ്ത് പണമുണ്ടാക്കാൻ അഭിഷേകിനോട് മാതാവും സഹോദരി മീനാക്ഷിയും ഉപദേശിച്ചു. വീട് വിട്ട് പുറത്തിറങ്ങിയ അഭിഷേക് നേരെ പോയത് തന്റെ സുഹൃത്തായ സണ്ണിയുടെ സമോസക്കടയിലേക്കാണ്. തന്റെ പിതാവിന്റെ കൈവശം പണമുണ്ടെങ്കിൽ പോലും അയാളത് തരികയില്ല എന്ന് അഭിഷേക് സുഹൃത്തായ സണ്ണിയെ അറിയിച്ചു. മാതാവിന്റെ കൈവശം ധാരാളം സ്വർണമുണ്ടെങ്കിൽ പോലും അവരതൊന്നും തരികയില്ല എന്നും സഹോദരി വിവാഹം കഴിക്കാത്ത സാഹചര്യത്തിൽ അവളുടെ കയ്യിലും നല്ല പണമുണ്ടെന്നും അവൾ അതിൽ നിന്നും 1.5 ലക്ഷം രൂപ മാത്രമാണ് തനിക്ക് തന്നതെന്നും അവളുടെ കയ്യിൽ ഇനിയും ധാരാളം പണമുണ്ടെന്ന് തനിക്ക് അറിയാമെന്നുമൊക്കെ അഭിഷേക് സുഹൃത്തിനെ അറിയിച്ചു. തനിക്കൊരാവശ്യം വന്നപ്പോൾ തന്നെ സഹായിക്കാത്തതുകൊണ്ട് തന്നെ തന്റെ മാതാപിതാക്കളും സഹോദരിയും ഒന്നും ശരിയല്ല എന്ന് സണ്ണിയോട് അഭിഷേക് പറഞ്ഞ നിമിഷത്തിൽ തന്നെ ശരിയല്ലാത്ത മൂവരെയും അങ്ങ് വകവരുത്തിയാലോ എന്ന് സണ്ണി അഭിഷേകിനോട് ചോദിച്ചതും ഒരുമിച്ചായിരുന്നു. സണ്ണി ഒരു തമാശ പോലെ അക്കാര്യം പറഞ്ഞപ്പോൾ അഭിഷേകിന്റെ മനസ്സിലും ഒരാശയം രൂപം കൊള്ളുകയായിരുന്നു. സണ്ണി പറയുന്നത് 100% ശരിയാണെന്ന് അഭിഷേകിനും തോന്നി. ആ മൂവരെയും വകവരുത്തിയ ശേഷം അവരുടെ കൈവശമുള്ള പണവും പണ്ടവുമൊക്കെ എടുത്ത് ഗാംബ്ലിംഗിൽ മുടക്കിയാൽ പിന്നീട് ആ നാട്ടിലെ രാജാക്കന്മാർ തങ്ങൾ തന്നെ ആയിരിക്കുമെന്ന് അഭിഷേകും സണ്ണിയും ഒരുപോലെ ഉറപ്പിച്ചു. സംഭവം നടപ്പിലാക്കിയെടുക്കാൻ ഒരു ദിവസം തന്നെ ഇരുവരും ചേർന്ന് തീരുമാനിച്ചു. സംഭവം നടന്ന ദിവസം രാത്രിയിൽ ഏകദേശം 10:30 മണിയോടുകൂടി ഒരു ഇരുമ്പ് വടിയുമായി അഭിഷേകിനോടൊപ്പം സണ്ണിയും പടിക്കെട്ടുകൾ കയറി മുകളിലത്തെ മുറിയിലേക്ക് എത്തി. അഭിഷേക് മുകളിലത്തെ മുറിയിലെത്തിയപ്പോൾ മീനാക്ഷി TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അഭിഷേക് രാത്രി വൈകി കടന്നു വരുന്നത് പതിവായതുകൊണ്ട് തന്നെ മീനാക്ഷി അതത്ര കാര്യമാക്കിയില്ല. മീനാക്ഷിയുടെ പിൻഭാഗത്തെത്തിയ അഭിഷേക് കൈവശമുണ്ടായിരുന്ന ഇരുമ്പ് വടി ഉപയോഗിച്ച് മീനാക്ഷിയുടെ തലയുടെ പിൻഭാഗത്തേക്ക് ആഞ്ഞടിച്ചു. ഒറ്റയടിക്ക് തന്നെ മീനാക്ഷിയുടെ തല ചിതറിത്തെറിച്ചു. ഒന്ന് പ്രതികരിക്കാൻ പോലും ആകാതെ മീനാക്ഷി ആ ഹാളിൽ തന്നെ മരിച്ചു വീണു. മീനാക്ഷിയുടെ ജീവൻ നഷ്ടമായി എന്ന് മനസ്സിലാക്കിയ അഭിഷേക് ഇരുമ്പ് വടിയുമായി തന്റെ മാതാപിതാക്കൾ കിടക്കുന്ന മുറിയിലേക്കാണ് പിന്നീട് കടന്നു ചെന്നത്. ബെഡ്റൂമിന്റെ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ശബ്ദമുണ്ടാക്കാതെ മുറിക്കുള്ളിലേക്ക് കടന്ന അഭിഷേക് ഇരുമ്പ് വടി ഉപയോഗിച്ച് മാതാപിതാക്കളുടെ തലയിലേക്ക് മാറി മാറി അടിച്ചു. ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ ആ മാതാപിതാക്കൾ നിമിഷങ്ങൾക്കകം തന്നെ മരണപ്പെടുകയും ചെയ്തു. മാതാപിതാക്കളുടെ മൃതദേഹം കട്ടിലിൽ നിന്നും അഭിഷേക് വലിച്ച് തറയിലേക്ക് ഇട്ടു. ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിന്ന സണ്ണി ബാത്റൂമിലേക്ക് കയറി ഒരു ബക്കറ്റ് വെള്ളവും അവിടെ ഉണ്ടായിരുന്ന മോപ്പും എടുത്തുകൊണ്ടുവന്ന് തറയിലൊക്കെ പടർന്നു പിടിച്ചു കിടന്ന രക്തക്കറയൊക്കെ തുടച്ച് നീക്കം ചെയ്തു തുടങ്ങി. അഭിഷേക് ആകട്ടെ രക്തം പുരണ്ട ഇരുമ്പ് വടി ബാത്റൂമിൽ കൊണ്ടുപോയി നന്നായി കഴുകി വൃത്തിയാക്കുകയും ചെയ്തു. തറയിൽ ചിതറിത്തെറിച്ച രക്തമൊക്കെ സണ്ണി വളരെ വൃത്തിയായി മോപ്പ് ഉപയോഗിച്ച് തുടയ്ക്കുകയും ആ രക്തമൊക്കെ ബാത്റൂമിൽ കൊണ്ടുപോയി കളഞ്ഞ ശേഷം മോപ്പും ബക്കറ്റുമൊക്കെ വൃത്തിയായി കഴുകി ബാത്റൂമിൽ തന്നെ വെക്കുകയും ചെയ്തു. ഈ സമയം അഭിഷേക് മുറിയിലുണ്ടായിരുന്ന അലമാരകളൊക്കെ വലിച്ചു തുറന്ന് അതിലുണ്ടായിരുന്ന വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്ന്
ആ മൃതദേഹങ്ങളിലൊക്കെ കൂന കൂട്ടിയിടുകയും ചെയ്തു. മൃതദേഹം അഴുകുന്നതിന്റെ ഗന്ധം പുറത്തേക്ക് വമിക്കാതിരിക്കുന്നതിനും പോലീസ് നായ മണം പിടിച്ച് തങ്ങളിലേക്ക് എത്താതിരിക്കുന്നതിനും വേണ്ടി ആ വീട്ടിലുണ്ടായിരുന്ന ബ്ലീച്ചിങ് പൗഡറും ടാൽക്കം പൗഡറും ഒക്കെ ആ മൃതദേഹങ്ങളിലൊക്കെ നന്നായി വാരി വിതറുകയും ചെയ്തു. ഇതിനിടയിൽ ലോക്കറുകളും ഷെൽഫുകളും ഒക്കെ തുറന്ന് അതിലുണ്ടായിരുന്ന ആഭരണങ്ങളും പണവും ഒക്കെ ഇരുവരും ചേർന്ന് എടുക്കുകയും ചെയ്തിരുന്നു. കാര്യങ്ങളൊക്കെ ഭംഗിയായി എന്ന് മനസ്സിലാക്കിയ സംഘം വാതിൽ പൂട്ടി താഴേക്കിറങ്ങി അഭിഷേകിന്റെ കടയിലേക്കാണ് പിന്നീട് പോയത്. അഭിഷേകിന്റെ കടമുറിയിലേക്ക് കയറിയ ശേഷം അവർക്ക് ലഭിച്ച സാധനങ്ങളൊക്കെ അവർ തുല്യ പങ്കുകളാക്കി വീതിക്കുമെന്ന് നേരത്തെ തന്നെ അഭിഷേക് സണ്ണിയെ അറിയിച്ചിരുന്നു. അഭിഷേകിന്റെ കടയ്ക്കുള്ളിലേക്ക് കടന്ന സംഘം അവിടെ ഇരുന്ന് നന്നായി മദ്യപിച്ചു. മദ്യപിക്കുന്നതിനിടയിൽ അഭിഷേക് ചില കാര്യങ്ങൾ സണ്ണിയോട് തുറന്നു പറയുകയും ചെയ്തു. തന്റെ മാതാപിതാക്കളും സഹോദരിയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണവും സ്വർണവുമാണ് ഇപ്പോൾ കൈവശമുള്ളത്. അതിന്റെ നേർപകുതി സുഹൃത്തായ സണ്ണിക്ക് കൊടുക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നും എങ്കിൽ പോലും തന്റെ കാര്യങ്ങൾക്കൊക്കെ കൂട്ടുനിന്നതുകൊണ്ട് കുറച്ച് പണവും സ്വർണവും ഒക്കെ തരാമെന്നും അഭിഷേക് സണ്ണിയെ അറിയിച്ചു. കാര്യം കഴിഞ്ഞാൽ സ്വർണവും പണവും ഒക്കെ തുല്യമായി വീതിക്കുമെന്ന് സണ്ണിയോട് നേരത്തെ തന്നെ അഭിഷേക് പറഞ്ഞിട്ടുള്ളതാണ്. അതേ സണ്ണിയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ പണവും സ്വർണവും തുല്യമായി വീതിക്കാൻ പറ്റില്ല എന്ന് അഭിഷേക് പറഞ്ഞിരിക്കുന്നത്. 3 കൊലപാതകങ്ങൾ നടത്താൻ ഉപയോഗിച്ച ഇരുമ്പുവടി ഇപ്പോൾ സണ്ണിയുടെ കൈവശമാണുള്ളത്. ദേഷ്യം വന്ന സണ്ണി അതേ ഇരുമ്പുവടി ഉപയോഗിച്ച് അഭിഷേകിന്റെ തലയിലേക്ക് ആഞ്ഞടിച്ചു. അഭിഷേകിന്റെ തലയിലേക്ക് ആ വടി പതിച്ചതും അഭിഷേകിന്റെ തല ചിതറിത്തെറിച്ചു. അതോടുകൂടി അഭിഷേക് അവസാനിക്കുകയും ചെയ്തു. അഭിഷേകിന്റെ കൈവശമുണ്ടായിരുന്ന സ്വർണവും പണവുമെല്ലാം ഇപ്പോൾ സണ്ണിക്ക് സ്വന്തമാണ്. അവയൊക്കെ സ്വന്തമാക്കിയ ശേഷം കട പുറത്തുനിന്നും പൂട്ടി സണ്ണി പുറത്തേക്ക് ഇറങ്ങി. മുകളിലെ വാതിൽ പൂട്ടിയിട്ടില്ല എന്നുള്ള തോന്നലിലാണ് സണ്ണി മുകളിലേക്ക് പോയത്. 5 മണിയോടുകൂടി മുകളിലെ വാതിൽ പൂട്ടി സണ്ണി പുറത്തേക്ക് വരികയും ചെയ്തു. സണ്ണി പറയുന്ന കഥ ഒരു നടുക്കത്തോടു കൂടിയാണ് നാട്ടുകാരും പോലീസും കേട്ടുകൊണ്ടിരുന്നത്. ഒരു വീട്ടിലെ 4 പേരാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ 3 കൊലകൾക്കും കൂട്ടുനിന്ന വ്യക്തി തന്നെയാണ് 4ാമത്തെ കൊലപാതകം നടത്തിയിരിക്കുന്നത്. കേട്ടുകേഴ്വിയില്ലാത്തൊരു സംഭവമാണ് നടന്നിരിക്കുന്നത്. സണ്ണി പറഞ്ഞ കാര്യങ്ങളൊക്കെ പോലീസ് സംഘം അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുകയും രേഖപ്പെടുത്തുകയും ചെയ്തു. മീനാക്ഷി മുകളിലത്തെ നിലയിൽ മീനാക്ഷിയെ മാതാപിതാക്കളെയും ഒക്കെ അഭിഷേക് എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്നുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ സണ്ണി പോലീസുകാർക്ക് മുൻപിൽ അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. സണ്ണിയുമൊത്തുള്ള പോലീസ് സംഘത്തിന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. താഴത്തെ നിലയിലെ കടയിൽ അഭിഷേകിനെ കൊന്ന രംഗങ്ങളും സണ്ണി പോലീസിന് കാണിച്ചു കൊടുത്തു. കൊലപാതകത്തിന് ഉപയോഗിച്ച ഇരുമ്പുവടി സണ്ണിയുടെ കസ്റ്റഡിയിൽ നിന്ന് തന്നെ പോലീസ് സംഘം കണ്ടെടുത്തു. സണ്ണിയെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കുറ്റപത്രം വൈകാതെ തന്നെ കോടതിയിൽ സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ സണ്ണിക്ക് കോടതി വിധിക്കുന്ന ശിക്ഷ എന്താണെന്നുള്ളത് വൈകാതെ തന്നെ അറിയാം.